ഒരു ഇഷ്യൂ ആയിരുന്നു ഛത്തീസ്ഗഡിലെ മലയാളികളായ 2 കന്യാസ്ത്രീകളെ ബജരംഗ പ്രവർത്തകർ പിടിച്ചത്. അത് വലിയ രീതിയിൽ പ്രചരിക്കുകയും മാത്രമല്ല മലയാള മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുകയും കേരളത്തിലുള്ള എല്ലാ എംപിമാരും MLAമാരും പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ ഇല്ലാതെ BJP എന്നോ ഇല്ലാതെ എല്ലാവരും അവർക്കൊണ്ട് സപ്പോർട്ട് ചെയ്യാനും അതിനുവേണ്ട നടപടികൾ എടുക്കാനും അവരെ ജാമ്യത്തിലിറക്കാനും എല്ലാവരും ശ്രമിച്ചു. പക്ഷേ അതിനിടയിൽ ഏകദേശം 2 ആഴ്ചയ്ക്ക് മുമ്പ് അല്ലെങ്കിൽ 1 മാസത്തിന് മുമ്പ് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലായി അസം, ഗുജറാത്ത്, മധ്യപ്രദേശ്, ഡൽഹി തുടങ്ങിയ പല ഭാഗങ്ങളിൽ ബംഗ്ലാദേശുകാരെന്ന് പറഞ്ഞ വ്യാജേനെ അവിടെ മുമ്പ് താമസിച്ച ഇന്ത്യക്കാരായിട്ടുള്ള മുസ്ലിങ്ങളെ അവർ കുടിയൊഴിപ്പിക്കുന്നു. ചിലർ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ തന്നെ താമസിക്കുന്ന അതിനുള്ള തെളിവുകൾ ഉള്ളവർ വരെ ഉണ്ട്. ഒന്ന് മനസ്സിലാക്കണം, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് താമസിച്ചവരും ഇന്ത്യയിൽ തന്നെ വർഷങ്ങളോളം ജീവിക്കുന്നവരുമായ ഇന്ത്യക്കാരായിട്ടുള്ള മുസ്ലിങ്ങളാണവർ. പക്ഷേ അവർ ബംഗ്ലാദേശിൽ വന്ന വ്യാജേനെ അവർ വീടും സ്ഥലവും ഗവൺമെൻറ് നശിപ്പിച്ച് അവരെ കുടിയിറക്കിയിരിക്കുന്നു. ഇതിനെതിരെ ഇവിടുത്തെ ഒരു പ്രതിപക്ഷ നേതൃത്വം, ഒരു പ്രതിപക്ഷ സംഘടന അല്ലെങ്കിൽ MP MLAമാർ ആരും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇത് മലയാളികളല്ല എന്നത് ശരിയാണ്. പക്ഷെ എന്നാൽ പോലും ഇന്ത്യൻ പാർലമെന്റിൽ കന്യാസ്ത്രീക്ക് സംഭവിച്ച ആ വിഷയത്തെ പോലെ ഇതിനെ ആരും കൈകാര്യം ചെയ്തിട്ടില്ല. ഇതിനെതിരെ ആരും ഉയർന്ന് സംസാരിച്ചിട്ടുമില്ല. അവരും ഇന്ത്യക്കാരാണ്, അവരും ഇന്ത്യയുടെ ഭാഗം കൂടിയാണ്. എന്തുകൊണ്ട് നമ്മുടെ പ്രതിപക്ഷവും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും അതിനെക്കൊണ്ട് അവർ സംസാരിപ്പിക്കുക, ആ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല? ഒരു കാര്യം നമുക്കറിയാം, ഇലക്ഷൻ വരുവാണ് അസം, പശ്ചിമ ബംഗാൾ പോലുള്ള സംസ്ഥാനങ്ങൾ. അപ്പം ഭൂരിപക്ഷ വോട്ടുകൾ കിട്ടുന്നതിന്റെ ഭാഗമായാണ് അവർ ഈ വേലകളൊക്കെ ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. പക്ഷെ എന്നാലും പ്രതിപക്ഷത്തിന്റെ കടമ നിർവഹിക്കേണ്ടതാണ്. കാരണം ഓരോ പാർട്ടികൾക്കും ഓരോ ഐഡിയോളജി ഉണ്ട്. ആ ഐഡിയോളജി മുൻനിർത്തിക്കൊണ്ട് എന്തുകൊണ്ട് ഇതിനെതിരെ അവർ പ്രതികരിച്ചില്ല? അവരും ഇന്ത്യക്കാരല്ലേ? ഭൂരിപക്ഷ വോട്ട് ബാങ്ക് നഷ്ടമാകുമെന്ന് കരുതിയാണ് പല പ്രതിപക്ഷ പാർട്ടികളും ഇത് കണ്ണടയ്ക്കുന്നത്. പക്ഷെ നിങ്ങൾ കണ്ണടക്കും തോറും നിങ്ങളുടെ നിലനിൽപ്പിനെ സ്വയം കുഴിതുകൊണ്ടുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. കാരണം ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരുതിന് ജാതിയൊന്നോ മതമൊന്നോ ഇല്ലാതെ ജീവിക്കാൻ പറ്റുമെന്ന് ഇന്ത്യൻ ഭരണഘടന പോലും പറയുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് മാത്രം മുസ്ലിം വിഭാഗം ആളുകൾ കുടിയിറക്കുമ്പോൾ അതിനെതിരെ ഗവൺമെന്റിനെതിരെ പ്രതികരിക്കുന്നില്ല? കാരണം അവരും ഇന്ത്യക്കാരാണ്, അവരും ഇന്ത്യയിൽ ജനിച്ച് ഇന്ത്യയിൽ വളർന്നവരാണ്. പക്ഷെ ബംഗ്ലാദേശിൽ എന്ന വ്യാജേനെ ഭൂരിപക്ഷ വോട്ട് ഏകീകരിക്കാൻ BJP ചെയ്യുന്ന തന്ത്രത്തെ നിങ്ങൾ അതേ നാണയത്തിൽ നിങ്ങൾ വേറെ രീതിയിൽ തിരിച്ചടിക്കാതെ അവർക്ക് പിന്തുണയ്ക്കുന്ന രീതിയാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വലിയ രീതിയിലുള്ള വിപത്തുകളിലേക്കും മാത്രമല്ല പ്രതിപക്ഷ മതേതര പാർട്ടികൾ എന്ന് പറയുന്ന പാർട്ടികൾ സ്വയം കുഴിതുകൊണ്ടുകയാണ്. അതുകൊണ്ട് ഇതിനെതിരെ പ്രതിഷേധിക്കണം, ഇതിനെതിരെ ശബ്ദമുയരണം, മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റണം. കാരണം അവരും ഇന്ത്യയുടെ ഭാഗമാണ്. ഇതുപോലുള്ള പുതുപുത്തൻ വീഡിയോ കാണുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഇത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക.